കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. മക്കളെ, നിങ്ങളുടെ മനസ്സിനെ ഞാൻ അനുദിനം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. ലൗകിക ചിന്തകളുടെയും മീഡിയയുടെയും ഒഴുക്കിൽപ്പെട്ട് അലസമായി ഒഴുകുന്ന മനസ്സ് പലപ്പോഴും പല പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ ചെന്ന് ചാടാറുണ്ട്, ഇല്ലേ? അത്തരം നിഷേധ ചിന്തകളുടെ ചുഴിയിൽപ്പെടുന്ന മനസ്സിനെ രക്ഷപ്പെടുത്താൻ നിനക്കാവില്ല. നിരർത്ഥ ചിന്തകളുടെ വൻ ചുഴിയിൽ മനസ്സ് കറങ്ങിത്തിരിയുമ്പോൾ കുഞ്ഞുണ്ണി ക്ഷീണിച്ച് തളർന്നു പോകും. ഏകാഗ്രത കിട്ടില്ല, ഉറക്കം തടസ്സപ്പെടും, ഒന്നിലും സന്തോഷിക്കുവാനും കഴിയില്ല. മനസ്സ് വിഷാദമേഘാവൃതമാകുമ്പോൾ നിനക്ക് എന്നെ കാണുവാനും കഴിയാതെ വരും. അപ്പോൾ ഞാൻ നിന്നിൽ നിന്ന് അകന്നു മാറിയെന്ന് നീ പരിഭവം പറയാറുണ്ട്. ഇല്ല കുഞ്ഞെ, പ്രതിസന്ധികളിൽ ഞാൻ നിന്നെ തനിച്ചാക്കി ഒരിക്കലും പിന്മാറില്ല. നീ എൻ്റെ സ്വന്തം കുഞ്ഞല്ലേ. ശക്തനാക്കുന്നവൻ എൻ്റെ മക്കളെ പ്രതിസന്ധികളിലും ശക്തരാക്കിക്കൊണ്ടിരിക്കും. പ്രതിസന്ധികളും പാപങ്ങളും നമുക്കിടയിൽ അകലങ്ങളുണ്ടാക്കും. അപ്പോൾ ഞാൻ നിന്റെ മനസ്സിനെ പുതുക്കി റീസെറ്റ് ചെയ്യും. ഫൈൻ ട്യൂണിങ്ങിലൂടെ ഞാനുമായുള്ള വേവ് ലെങ്ത് ക്രമപ്പെടുത്തും. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനം കൊണ്ട് നിന്റെ മനസ്സ് ശാന്തമാകും. നിന്റെ മനസ്സിലെ കറുത്ത രാത്രി മാഞ്ഞു പോകും. പ്രഭാതസൂര്യനായി നിന്റെ മനസ്സിന്റെ ചക്രവാളത്തിൽ ഞാൻ പ്രകാശം പരത്തും. ഈ മാറ്റങ്ങൾ പലപ്പോഴും നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമ സാഹചര്യങ്ങളിലും എന്നിൽ മാത്രം ശ്രദ്ധ ഉറപ്പിക്കാൻ മനസ്സിനെ നീ ട്രെയിൻ ചെയ്യണം. അപ്പോൾ നിനക്കെന്നെ കാണുവാൻ കഴിയും. അതെ, എൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള മൈൻഡ്ഫുൾനെസ് എൻ്റെ ആത്മാവ് നിനക്ക് തരും. എങ്ങനെയാണ് എന്നെ കാണുവാൻ കഴിയുക എന്ന് നീ ചോദിച്ചേക്കാം. പക്ഷികളുടെ ശ്രുതിമധുരമായ ഗാനങ്ങളിൽ, പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയിൽ, നന്മ നിറഞ്ഞ മനുഷ്യരുടെ ജീവകാരുണ്യ പ്രവൃത്തികളിൽ, പ്രകൃതിയുടെ ഋതുഭേദങ്ങളിൽ കുഞ്ഞെ എൻ്റെ സാന്നിധ്യവും ചൈതന്യവുമുണ്ട്. വിസ്മയകാര്യങ്ങളിൽ മാത്രമല്ല, സാധാരണ ജീവിതാനുഭവങ്ങളിലും നിനക്കെന്നെ കാണുവാൻ കഴിയണം. കുഞ്ഞെ, ഞാൻ ഇമ്മാനുവേലാണ്, നിന്നോടൊപ്പം വസിക്കുന്നവനാണ്. വെളിച്ചവും നിഴലുമായി ഞാൻ നിന്നോടൊപ്പം എപ്പോഴും എന്നും ഉണ്ടായിരിക്കും. എന്നെ കാണുവാൻ, നിന്റെ ഹൃദയ കണ്ണ് തുറക്കുവാൻ
നീ എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോൾ ഹൃദയവാതിലുകൾ അടച്ച് നീ എനിക്കായി കാത്തിരിക്കണം. അപ്പോൾ രഹസ്യത്തിൽ ഞാൻ നിന്നോട് ഇടപെടും. നിന്റെ ആത്മാവിൽ എപ്പോഴും എൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഞാനുമായുള്ള ആത്മബന്ധത്തിന് നീ വാസ്തവമായും ആഗ്രഹിക്കുമ്പോൾ നിന്റെ ആത്മാവിനെ ഉണർത്തി എൻ്റെ ചൈതന്യവുമായി ഞാൻ കണക്റ്റ് ചെയ്യും. പാപവും ലോകവും നമുക്കിടയിൽ മതിൽക്കെട്ടുകൾ ഉയർത്തും. ഏദൻ തോട്ടം മുതൽ തുടങ്ങിയ ദുരന്തമാണിത്. നീ അനുവദിക്കാതെ നമുക്കിടയിൽ വിരുദ്ധതയുടെ മതിലുകൾ പണിതുയർത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ട് നിന്റെ ബലഹീനമായ ജഡത്തിന്മേൽ, മോഹാവേശങ്ങളിൽ, ആസക്തികളിൽ എപ്പോഴും കണ്ണും ശ്രദ്ധയുമൊക്കെ ഉണ്ടായിരിക്കണം. എബ്രായ ലേഖനം 3-ാം അധ്യായം. സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ അപ്പോസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെപ്പറ്റി ചിന്തിക്കുവിൻ. 105-ാം സങ്കീർത്തനം. അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ പാടുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും നൽകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.